ചെയ്തിടും ഉപകാരങ്ങളോർത്തിടും തൻ കൃപയിലെന്നും ചാരിടും ജീവനുള്ള കാലമെല്ലാം തൻ കൃപയിലെന്നും ചാരിടും ജീവനുള്ള കാലമെല്ലാം. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോട് ചേർന്ന് ഈ മനോഹരമായ ദിവസം ജീവിക്കുന്ന കർത്താവിന്റെ തൃപ്പാദത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ബലഹീനരും ഏഴകളും നിസ്സാരനുമായ എനിക്കും ഒരവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വാസ്തവത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 19-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കർത്താവിനെ രുചിച്ചറിയുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും ഭാഗ്യമാണ് എന്നെനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലും ഈ നല്ല കർത്താവിനെ പറ്റി സാക്ഷിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 19-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നു. ഇന്ന് രാത്രിയിലും എൻ്റെ കർത്താവിനെ നിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം വാസ്തവത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പുതുതായിട്ടൊന്നും പറയുവാനായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ്. പക്ഷെ ഓരോ ദൈവങ്ങൾക്കും അത് പുതിയ പുതിയ അനുഭവമായിട്ട്, പുതിയ കൃപ, പുതിയ ശക്തി, ഇതെല്ലാം ദൈവം അയച്ച് അത് രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ഏറെ പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകളെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, കർത്താവെ, ഞങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെ ഈ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി തീരണമേ. നിന്റെ വചനം ഞങ്ങൾക്ക് തരണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലിന് വിളക്കായി, ഊടുകൾക്ക് പ്രകാശമായി തീരണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, തൃപ്പാദത്തില് അല്പസമയം ഇരിക്കട്ടെ. കർത്താവ് ഞങ്ങൾക്ക് നിന്റെ വചനം സ്വർഗം തുറന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം ദൈവമേ. ഈ കൂട്ടായ്മ കർത്താവെ നിന്റെ നാമം മുഹത്തപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബലഹീനം പാവിയാഴിയായ അടിയനെ അപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ക്രൂശിന്റെ മറവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ വായി തുറക്കുമ്പോൾ കർത്താവിന്റെ ദൂത് ഒന്ന് അനുഗ്രഹിക്കണോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരേണ്ടുവാറാണ് പിതാവേ, ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട റജു അർപ്പിച്ചതുപോലെ 1-2 ആഴ്ചകളായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. നമുക്കറിയാം, പരിശുദ്ധ സഭ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വാരങ്ങള് നോമ്പ് കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെതായ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് 2 ആഴ്ച നമുക്ക് പ്രാർത്ഥനയോ നടത്തുവാനായിട്ട് സാധിച്ചില്ല. വീണ്ടും സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു കൂടിയോരോ നമുക്ക് തന്നതിനായിട്ട് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, കഴിഞ്ഞ ഈ വിശുദ്ധ വാരം ദൈവങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ആചരിക്കപ്പെട്ട ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൻ സഭകളിൽപ്പെട്ട എല്ലാവരും അതിനെ ഒരു വലിയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലിയ ഒരു അനുഭവമായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്. അവിടെയെല്ലാം നമുക്ക് മുഴങ്ങി കേൾക്കുന്ന ശബ്ദം പാപങ്ങളെ ഏറ്റുപറച്ചിലിൻ്റെയും അനുതാപത്തിൻ്റെയും
കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിന്റെ ഒക്കെ ആവശ്യകതകളെ കുറിച്ചാണ് അവിടെ എല്ലാം നമുക്ക് കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും നമ്മുടെയൊക്കെ ജീവിതത്തില് വാസ്തവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതുതായിട്ടൊന്നും പറയാനായിട്ടില്ല. പുതിയ ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് പറയുവാനായിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയവനെന്നാണ്. അവൻ സത്യദൈവവും നിത്യജീവനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനിൽ മാത്രമാണ് ലോകത്തിന് രക്ഷ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നാമം ഇന്ന് രാത്രിയിലും പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആരാധനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പാടുന്നത്. അവർ വിശുദ്ധ ആരാധനയില് അവർ ദൈവത്തെ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുമ്പോൾ അവർ കാണുന്ന ഒരു ചിത്രമുണ്ട്. അത് തൂക്കപ്പെട്ട് മരത്തിൽ വിലാവ് തുറന്ന് കിടക്കുന്ന കർത്താവിനെയാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപം വഹിച്ച് കാൽവരിയിൽ ഇതാ മരണാസന്നനായി കിടക്കുന്ന രംഗം നമ്മുടെ പിതാക്കന്മാർ അത് കണ്ട കാഴ്ചയാണ്. അവരത് ജീവിതത്തിൽ അനുഭവിച്ച കാഴ്ചയാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചേർന്ന് പാടിയത്. തൂക്കപ്പെട്ട് മരത്തിൽ വിലാവ് തുറന്ന കിടക്കുന്ന ചപളം രക്തം വെള്ളമോട് ഒഴുകിയാണ്. ആ കാഴ്ച കണ്ട് അനേകര് ആ ക്രൂശിലേക്ക് കടന്നു വരികയാണ്. യേശുവിന്റെ രക്തം സകല പാവവും പോകി ശുദ്ധീകരിക്കുന്നതാണെന്ന് നമ്മുടെ പിതാക്കന്മാർ വിളിച്ചു പറയുകയാണ്. അവരത് അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞു, മോചനം അതിനായി പാപികളെ വരുവീൻ, യാചിപ്പീൻ എന്ന് പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, തൂക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഗോകുൽത്തയുണ്ട്. അതായത് ഗോകുൽത്തായിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി പാപം ഏറ്റെടുത്തവനാണ്. അവൻ ശാപം ഏറ്റെടുത്തവനാണ്. നമ്മളൊക്കെ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് കാൽവറിയിൽ മരിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർക്ക് ആ സത്യം വെളിപ്പെട്ടു. ആ വ്യക്തമായ ഒരു ഉദ്ദേശവും കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് അവർ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വീഴുകയാണ്. യേശുവിന്റെ തിരുരക്തം സകല പാവവും പോക്കി വിശദീകരിക്കുന്നുള്ള ഒരു ബോധ്യം അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവരനുഭവിച്ച ആ സത്യത്തിലേക്ക് അനേകരെ അവർ ആകർഷിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും പാടിയത്, ഇതാ മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ എന്ന്. ക്രൂശിന്റെ ചുവട്ടിൽ ഏത് പാപിക്കും പാപത്തിന് പരിഹാരമുണ്ട്. ഏത് മരണകരമായ പാപത്തിനും ക്രൂശിന്റെ ചുവട്ടിൽ പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. അവിടെ പരിഹാരമില്ലാത്തൊരു സംഭവമില്ല. യെശയ്യാപ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചൂപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ഇരുന്നാൽ പഞ്ഞു പോലെയാക്കും. എത്ര വലിയ പാപമാണെങ്കിലും അത് ക്രൂശിൽ മന്റെ തിരുരക്തത്താൽ കഴുകപ്പെടാത്ത ഒരു പാപവും ഇല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ എന്ന്. നിങ്ങൾ ക്രൂശിന്റെ ഉള്ളിലേക്ക് വീണുകൊടുക്കുവീൻ, പാപങ്ങളെ ഏറ്റുപറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് ക്രൂശിന്റെ ചുവട്ടിലേക്കൊന്ന് കടന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏദൻ തോട്ടം ദൈവം തന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് പാർക്കുവാൻ മനോഹരമായ ഒരു ഭവനം കൊടുത്തു. അതിന്റെ പേരാണ് ഏദൻ പർദീസ, ഏദൻ തോട്ടം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിൽ നിന്ന് അവനെ പുറത്താക്കിയാണ്. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സ്ഥലമാണ്. പാപം കടന്നു വന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. മരണം കടന്നു വന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. ശാപം കടന്നു വന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. അതേ പ്രിയപ്പെട്ടവരെ, പർദീസ ഇവിടെ അനുഭവം നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഏദൻ തോട്ടം. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കപ്പെട്ട സ്ഥലമാണ് ഏദൻ തോട്ടം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പല തോട്ടങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആദ്യമായി കാണുന്ന ഏദൻ തോട്ടമാണ്. ഏദൻ തോട്ടം ശാപത്തിന്റെ തോട്ടമായി മാറുകയാണ്. അത് പാപത്തിന്റെ തോട്ടമായി മാറുകയാണ്. അത് അശുദ്ധിയുടെ തോട്ടമായി മാറുകയാണ്.
അത് പിശാച് ജയമെടുത്ത ഒരു തോട്ടമായി മാറിയാണ്. മനുഷ്യൻ പരാജയപ്പെട്ട ഒരു സ്ഥലമായി മാറിയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു തോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഗത്സമന തോട്ടമാണ്. അത് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്ന് തന്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നതായിട്ട്, തന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ഗത്സമന തോട്ടത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗത്സമന തോട്ടം പാപത്തിന്റെ പരിഹാരം വന്ന സ്ഥലമാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇതായി മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപം സ്വയം ഏറ്റെടുത്ത സ്ഥലമാണ്. പാപത്തിന് പരിഹാരം വന്ന സ്ഥലമാണ്. പാപത്തിന്റെയും ശാപത്തിന്റെയും ബന്ധനങ്ങൾ അഴിയപ്പെട്ട സ്ഥലമാണ്, തോട്ടമാണ് ഈ ഗത്സമന തോട്ടം എന്ന് പറയുന്നത്. അവിടെ മനുഷ്യവർഗത്തിന്റെ പാപം തന്റെ ശരീരത്തിന്മേലേക്ക് ആവഹിച്ച സ്ഥലമാണ് ഈ ഗത്സമന തോട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ, ഈ ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ഈ മരണകരമായ അനുഭവത്തിൽ നിന്ന്, ശാപകരമായ അനുഭവത്തിൽ നിന്ന് ഈ ഒരു സ്വർഗീയമായ ഒരു അനുഭവത്തിലേക്ക്, പാപം മോചിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക്, ശാപം മാറിക്കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക്, മരണം മാറിക്കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക്, നിത്യജീവന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് രാത്രിയില് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സുകൾ കൊണ്ടുവരണം, നമ്മുടെ ചിന്തകൾ കൊണ്ടുവരണം, നമ്മുടെ വിചാരങ്ങൾ കൊണ്ടുവരണം. നാം ആ തലങ്ങളിലേക്ക് ഒന്ന് നടന്ന് നീങ്ങണം. നാം ഇന്ന് ശപിക്കപ്പെട്ട ആ ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഗത്സമന തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് നടക്കുവാനുള്ള ഒരു അനുഭവമായി നടന്നു നീങ്ങുന്ന ഒരു അനുഭവമായി നാം മാറണം. ശാപങ്ങൾ മാറണം, ബന്ധനങ്ങൾ മാറണം, പൈശാചിക കോട്ടകൾ തകരപ്പെടണം, മരണം നീങ്ങിപ്പോകണം, നമുക്ക് നിത്യജീവൻ പ്രാപിക്കണം, നിത്യസ്വർഗം പ്രാപിക്കണം, ശാപങ്ങൾ മാറണം, സാത്താൻ നമ്മുടെ മേൽ വെച്ച് കെട്ടപ്പെട്ടിരിക്കുന്ന സകല ശാപവും പാവവും മാറണം, മരണത്തിന്മേൽ ജയം വേണം, ഒരു നിത്യത നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, അതിന് ഗത്സമനയുടെ അനുഭവത്തിലേക്ക് നമുക്ക് നടന്നു നോക്കിയുള്ളൂ. ഇതാ അവിടെ പാപത്തിന്റെ പരിഹാരം വന്ന സ്ഥലം, ആ മനുഷ്യവർഗത്തിന്റെ പാപം തന്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്ത സ്ഥലം, ആ പിതാവെ ഇവർ ചെയ്യുന്ന ഇന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സ്ഥലം, അതേ സ്വന്തം പാപം ഏറ്റെടുത്ത സ്ഥലം, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ച സ്ഥലം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തിന്റെ ഫലം, പാപത്തിന്റെ ഭീകരത അത്രയ്ക്ക് വലുതായിരുന്നു. മനുഷ്യവർഗത്തിന്റെ പാപം തന്റെ ശരീരത്തിന്മേൽ അവൻ സ്വന്തമായി അവൻ ഏറ്റെടുത്തപ്പോൾ പാപത്തിന്റെ ഫലം, പാപത്തിന്റെ ഭാരം വലുതായിരുന്നു. അവന്റെ രോമകൂപത്തിൽ പോലും ഇതാ ചോര ഇറ്റിറ്റ് വീഴുന്ന ഒരു അനുഭവത്തിലേക്ക് ചാടുവാനായിട്ട് ഇടയാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, അവിടെ ശാപം ഏറ്റെടുത്ത സ്ഥലം, പാപം ഏറ്റെടുത്ത സ്ഥലം, അതിന് പരിഹാരം വന്ന സ്ഥലം, പരിഹാരം വരുത്തിയ സ്ഥലം, സ്വയം ഏറ്റെടുത്ത സ്ഥലം, സ്വയം വിട്ടുകൊടുത്ത സ്ഥലം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. അവൻ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം, അവൻ ശാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം, അവൻ നാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ഇതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ദൈവം കാലാകാലങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. എബ്രായലേഖനം അതിന്റെ 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം കാലാകാലങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ മനുഷ്യന്റെ പാപത്തിന് ദൈവം അതത് തലങ്ങളിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ പാപം ചെയ്ത് അവരുടെ മേല് അഗ്നിസർപ്പത്തിന്റെ ബാധ അവരുടെ മേൽ വന്നു. അഗ്നിസർപ്പം അവരെ കടിച്ചു. അത് മരണകരമായ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അനേകർ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവർ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അനേകർ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അതിന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്,
ദൈവസന്നിധിയിൽ അവൻ ഇടിവിൽ നിൽക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ ജനത്തോട് ക്ഷമിക്കണമേ, ഇവരുടെ പാപങ്ങൾ പൊറുക്കണമേ, ഇവരുടെ ശാപങ്ങൾ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ദൈവസന്നിധിയിൽ വീണ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് മോശയോട്. ഇതാ നീ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തണം, പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന ജനം, പ്രിയപ്പെട്ടവരെ, ഇതാ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവം മനുഷ്യപുത്രനെയും ഉയർത്തിയിരിക്കുന്നു. മാനവരാശി പാപത്തിന് അടിമകളായപ്പോൾ, ശാപത്തിന് അടിമകളായപ്പോൾ, അന്ധകാരത്തിന് ആയിരുന്നപ്പോൾ, നിത്യമരണത്തിന് അടിമകളായിരുന്നപ്പോൾ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇതാ ഗോകുൽത്തായിൽ തന്റെ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, അവനിതാ പരസ്യമായി നിർത്തപ്പെട്ടിരിക്കുകയാണ്, ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ഏൽക്കുവാൻ തക്കവണ്ണം അവൻ ക്രൂശിക്കപ്പെടുകയാണ്. ശാപത്തിന്റെ പരിഹാരം വരുത്തിയാണ്, പാപത്തിന്റെ പരിഹാരം വരുത്തിയാണ്. നമ്മുടെ പാപം ഏറ്റുപറഞ്ഞേ ഒക്കെയുള്ളൂ, പാപം ഏറ്റുപറയണം. ശുദ്ധമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ തിരുവചനം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകത്യങ്ങളെത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളെ അത്രേ അവൻ കാണാതെ വണ്ണം നിങ്ങളുടെ മുഖം മറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ദൈവം നമ്മെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് നമ്മുടെ പാപമാണ്. ദൈവത്തിന് ബന്ധമില്ലാത്തത് പാപിയാണ്, പാപത്തെയാണ്. പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നു. പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാലാകാലങ്ങളിൽ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം ഇന്ന് രാത്രിയിലും ഇതാ ദൈവം തന്നെ വചനത്തിൽ കൂടെ നമ്മോട് ഇടപെടുകയാണ്. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഇതാ ദൈവം പറയുന്ന രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അവൻ നമ്മെ മെനഞ്ഞ ദൈവമാണ്, അവൻ നമ്മെ പരിപാലിച്ച ദൈവമാണ്, അവൻ നമ്മെ വീണ്ടെടുത്ത ദൈവമാണ്. അവൻ നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നമ്മെ കോരിയെടുത്ത ദൈവമാണ്. ആ ദൈവത്തെ നമ്മെ രക്ഷിപ്പാൻ സാധിക്കും, നമ്മെ വീണ്ടെടുപ്പാൻ സാധിക്കും. നമ്മെ മരണത്തിൽ നിന്ന് നമുക്ക് നിത്യജീവൻ തരുവാൻ സാധിക്കും. നമ്മുടെ പാപമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. പാപത്തെ ദൈവം വെറുക്കുന്നു, എന്നാൽ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്കൊന്ന് നോക്കുവാൻ സാധിക്കണം, ഗോകുൽത്തായിലേക്ക് നോക്കുവാൻ സാധിക്കണം, പാപങ്ങളെ ഏറ്റുപറയുവാൻ സാധിക്കണം. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ശുദ്ധമുള്ള 1 യോഹന്നാന്റെ ലേഖനം നമുക്ക് വളരെ പരിചിതമാണ്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-7-8 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ദൈവം ഇന്ന് തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി. ആ യേശുവിന്റെ രക്തത്തിന് മോചിക്കുവാൻ പറ്റാത്ത ഒരു പാപവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ പരിഹരിപ്പാൻ സാധിക്കുന്നുണ്ട്. അതിന് ശക്തിയുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. അതിന് ശക്തിയുള്ള രക്തമാണ്. ശാപങ്ങൾ തെറിക്കുന്ന രക്തമാണ്, ശാപങ്ങൾ മുറിക്കുന്ന രക്തമാണ്, മരണം നീങ്ങിപ്പോകുന്ന രക്തമാണ്, നിത്യജീവന്റെ വാതിൽ തുറന്നു തരുന്ന രക്തമാണ്. ശത്രു തോറ്റുപോകുന്ന രക്തത്തിന് മുമ്പിൽ ശത്രു തോറ്റുപോകും. രക്തം ജയം തരും. ആമേൻ, സ്തോത്രം. ദൈവങ്ങളെ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. നാം പാപമില്ല എന്ന് പറയരുത്. പാപം നമുക്കുണ്ട്, സകല മനുഷ്യരിലും പാപമുണ്ട്.
നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലെയില്ല. സകല മനുഷ്യരിലും പാപമുണ്ട്. പാപമില്ല എന്ന് ഒരിക്കലും നാം പറയരുത്. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ വഞ്ചിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്ന് പറയുന്നത്. പാപമില്ല എന്ന് പറയുന്നത് വലിയ പാപമാണ്. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നാം പരാജയപ്പെടുന്നത് നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്. സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത്? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാണ്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ വിശുദ്ധീകരിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയാണ്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാണ്? നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു അനുഭവം, അതൊരു ഭാഗ്യമാണ്. നാം സ്വയം നീതീകരിക്കുകയല്ല വേണ്ടത്. എന്നിൽ കുറ്റങ്ങൾ ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കർത്താവിന്റെ ക്രൂശിന്റെ ഉള്ളിലേക്ക് വീണു കൊടുക്കുകയാണ് വേണ്ടത്. പാപിയാണെന്ന് അങ്ങ് സമ്മതിക്കുകയാണ് വേണ്ടത്. പാപം നമ്മിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചൂണ്ടപ്പെടുകയാണ്. പാപം നമ്മിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നമ്മെ നോക്കുമ്പോൾ നമ്മളൊക്കെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പ് ആയിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ദൈവം നോക്കുന്നത് പുറമേയുള്ള വസ്ത്രത്തിലേക്കല്ല, പുറം മോടിയിലേക്കല്ല ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. നിന്റെ ഉള്ളറയിലേക്കാണ് ദൈവം നോക്കുന്നത്. അവന്റെ ആ കണ്ണഗ്നിജ്വാലയാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ കണ്ണുകൾ ഇറങ്ങി നോക്കും. നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എനിക്ക് ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം സങ്കീർത്തനക്കാരൻ നിലവിളിക്കുകയാണ്. വ്യസനത്തിനുള്ള മാർഗം, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഇനി വ്യസനത്തിനുള്ള മാർഗം, സങ്കടപ്പെടാനായിട്ടുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആഗ്രഹം വേണം. ദൈവമേ, നീ എന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്റെ ഹൃദയത്തിന്റെ ഇന്ദ്രിയങ്ങളെ നീ ഒന്ന് ശോധന ചെയ്യണം ദൈവമേ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എനിക്കും പറയുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. തന്റെ തെറ്റുകളെ ഗ്രഹിപ്പാനായിട്ട്, എന്റെ തെറ്റുകളെ ഗ്രഹിപ്പാനായിട്ട് എനിക്ക് കൃപ തരണമേ, എനിക്ക് പാപബോധ്യം തരണമേ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനക്കാരൻ 119-ാം സങ്കീർത്തനത്തിന്റെ 23-26 വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. വ്യസനം, നാം സങ്കടപ്പെടേണ്ടതായിട്ട് വരും, ദുഃഖിക്കേണ്ടതായിട്ട് വരും. നാം അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇന്ന് രാത്രി ഏറ്റുപറയണം, പാപങ്ങളെ ഏറ്റുപറയണം. ചടങ്ങുകളല്ല, പാപം നമ്മിലുണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനായിട്ട് സാധിക്കണം. ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തുന്നത് പാവമാണ്. നമ്മെ രക്ഷിപ്പാൻ തടസ്സമായി നിൽക്കുന്ന പാവമാണ്. ദൈവത്തിന് ശക്തിയുണ്ട്, അവന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അവൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം പാവമാണ്. പാപത്തിന് പരിഹാരം വരുത്തണം. ദൈവം അതിന് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ അവൻ ഗോകുൽത്തായില് ഉയർത്തിയിട്ടുണ്ട്. അവന്റെ തൃപ്പാദത്തിൽ പാപങ്ങളെ ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ, തന്റെ തെറ്റുകളെ ഗ്രഹിച്ചുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിൽ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ശുദ്ധീകരിക്കുന്ന തിരുരക്തം നമ്മളെ നിറകുന്തരം മുതൽ ഉള്ളങ്കാൽ വരെ അത് പകരപ്പെടും പ്രിയപ്പെട്ടവരെ. പാപത്തിന്മേൽ ജയം തരും. നമ്മെ യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമായി നമ്മെ തീർക്കുവാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, സ്വയം നീതീകരിക്കുന്നവരുണ്ട്. ഞാനൊരു കുഴപ്പവും ചെയ്യുന്നില്ല, ഞാൻ എല്ലാവരെക്കാളൊക്കെ മിടുക്കനാണ് എന്ന് സ്വയം നീതീകരിക്കുന്നവരുണ്ട്. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ഹൃദയം, അതിന്റെ എനിക്ക് 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, മനുഷ്യന്റെ ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. നിങ്ങൾ ഓർക്കണം, മനുഷ്യന്റെ ഹൃദയം എല്ലാത്തിനേക്കും കപടമുള്ളതാണ്.
അത് വിഷമമുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവൻ ആരാണ്? ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആട് നോക്കി നടന്ന ദാവീദാണ്. ആട് നോക്കി നടന്ന ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി ദൈവം ശമൂവേൽ പ്രവാചകനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജകീയമായ ഒരു പദവിയിലേക്ക് ദൈവം അവനെ ഉയർത്തിയവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയതാണ്. ശാരീരികമായ യോഗ്യതകളൊന്നും നോക്കാതെ ദൈവം അവനെ അനുഗ്രഹിച്ചതാണ്. പക്ഷേ ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നപ്പോൾ, സ്ഥാനം വന്നപ്പോൾ, രാജസ്ഥാനം ലഭിച്ചപ്പോൾ അവന്റെ സ്വഭാവം മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മുടെ ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ അനുഗ്രഹം തന്നവനെ നാം മറക്കുകയാണ്. നമ്മളൊക്കെ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോവുകയാണ്. ജഡീക സുഖങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ദാവീദ് പാപം ചെയ്തു. ദാവീദ് മരണകരമായി പാപം ചെയ്തു. ദൈവകൽപ്പന ദാവീദ് ലംഘിച്ചു. ദൈവം ഏതെല്ലാം പാപങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പാപങ്ങളിൽ കൂടി എല്ലാം ദാവീദ് കടന്നുപോയി. മരണകരമായ പാപം ദാവീദ് ചെയ്തു. അശുദ്ധിയുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു. പറയരുതാത്ത പറഞ്ഞു, പ്രവർത്തിക്കരുതാത്ത പ്രവർത്തിച്ചു. തന്റെ ഹൃദയം അശുദ്ധ വിചാരങ്ങൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും നിറഞ്ഞു. ദൈവം ഈ സമയത്ത് നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായവും 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായവും വായിക്കുമ്പോൾ ഈ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപം ചെയ്ത ദാവീദിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ദൈവം അവൻ പാപത്തിൽ നശിക്കട്ടെ എന്ന് വിചാരിച്ചില്ല. അവൻ ശപിക്കപ്പെട്ടു പോകട്ടെ എന്ന് വിചാരിച്ചില്ല. തന്റെ ദാസനായ പ്രവാചകനെ ദൈവം അയച്ചു. നാഥാൻ പ്രവാചകനെ ദൈവം ഈ ദാവീദ് രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. നാഥാൻ പ്രവാചകൻ ചെന്നു. നാഥാൻ പ്രവാചകൻ ചെന്നിട്ട് മനോഹരമായ ഒരു ഉപമയിൽ കൂടി ദാവീദിനെ പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ആരായാലും അവൻ മരിക്കണം. പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. ദാവീദ് തന്നെ ശിക്ഷ വിധിച്ചു. ഈ പാപം ചെയ്ത മനുഷ്യൻ മരിക്കേണ്ടവനാണ്. പ്രവാചകൻ പറയാണ്, നാഥാ പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, വാസ്തവത്തിൽ ദാവീദിന്റെ ശിക്ഷ മരണമാണ്. എന്നാൽ ദാവീദ് അനുതപിക്കുകയാണ്. അവന് പാപബോധം വരികയാണ്. നാഥാൻ പ്രവാചകന്റെ പാപങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പാപത്തെ കുറിച്ച് അനുതപിക്കുകയാണ്. അവൻ വീണ് കിടന്ന് അനുതപിക്കുകയാണ്. അവന്റെ കണ്ണുനീര് കൊണ്ട് കട്ടിൽ നനയ്ക്കുകയാണ്. പാപത്തെ ഏറ്റുപറയുകയാണ്. നാഥാൻ പ്രവാചകൻ കടന്നു എന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് അവൻ ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് 51-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി നമുക്കത് രേഖപ്പെടുത്തി തന്നു. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് പാപോദ്യം വന്ന ദാവീദ് ഏറ്റുപറയുകയാണ്. നെടുമ്പാട് വീഴുകയാണ്. കണ്ണുനീര് കൊണ്ട് കട്ടിൽ നനയ്ക്കുകയാണ്. ദാവീദ് പറയാണ്, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചരണമേ. ഞാൻ പാപം ചെയ്തു, യോഗ്യതയില്ല ദൈവമേ, യോഗ്യതയില്ല. നിന്റെ കൃപ, നിന്റെ ദയ, ഈ ദയ എന്റെ മേൽ പകരണമേ. എനിക്ക് യോഗ്യതയില്ല. ഞാൻ മരണകരമായി പാപം ചെയ്തു. എനിക്കൊരു യോഗ്യതയില്ല ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. നിന്റെ ദയ, നിന്റെ കൃപ, ദാവീദ് വീണ ആ കൃപയിൽ നമുക്കും ചാരാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കും വീഴാം. ദൈവകൃപയിൽ ചാരാൻ സാധിക്കണം. ദൈവത്തിന്റെ ദയയിൽ താഴാൻ സാധിക്കണം. ആ ദയ മരണകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ തരുന്നതാണ്. നമുക്ക് നിത്യത തരുന്നതാണ്. നമ്മുടെ ശാപങ്ങൾ അഴിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതാണ്. നമ്മുടെ അശുദ്ധിയെ കഴുകി വെടിപ്പാക്കുന്നതാണ് ദൈവകൃപ. പാപങ്ങൾ ഏറ്റുപറയണം. നാഥാൻ പ്രവാചകൻ പാപങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേ നമുക്ക് പാപങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. നിന്റെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിന്റെ വായ് കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നിന്റെ ഹൃദയം കൊണ്ട് നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നിന്റെ വിചാരങ്ങൾ, നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ, നീ ആയിരിക്കുന്ന മേഖലകളൊക്കെ ഈ പാപം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ശുദ്ധമുള്ള യെശയ്യാ പ്രവാചകൻ
6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ പരിശുദ്ധി ഇതാ തന്റെ ജീവിതത്തിൽ ദർശിച്ചപ്പോൾ ഇതാ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, ആ സ്വർഗീയമായ പരിശുദ്ധിയുടെ മഹത്വം, ആരാധനയുടെ മഹത്വം യെശയ്യാപ്രവാചകൻ ദർശിച്ചപ്പോൾ ഇതാ അവൻ ആ സ്വർഗത്തിന്റെ പരിശുദ്ധി അതേ ജീവിതത്തിൽ സ്വന്തം കണ്ണുകൊണ്ട് ദർശിപ്പാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചപ്പോൾ ദാവീദ് തന്നിലേക്ക് നോക്കിയപ്പോൾ തന്നിലുള്ള അശുദ്ധിയെ ദാവീദ് കാണുകയാണ്. അതുമാത്രമല്ല, താൻ വസിക്കുന്നത് അശുദ്ധിയുടെ നടുവിലാണ്, അശുദ്ധിയുള്ള സമൂഹത്തിന് നടുവിലാണ്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലാണ്. അതുമാത്രമല്ല, ഈ യെശയ്യാവ് ദൈവസന്നിധിയിൽ വീഴുകയാണ്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്വർഗീയമായ ദർശനത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചൂണ്ടപ്പെടുന്ന പാപങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് തിരുരക്തം കഴുകി വിശുദ്ധീകരിക്കുന്ന ആ തിരുരക്തം, ആദിയിലറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായി വിശുദ്ധന്മാരായി തീരുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിപ്പാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ ഒരു ഏറ്റുപറച്ചലിന്റെ അനുഭവത്തിലേക്ക് വന്ന മുടിയനായ പുത്രനെ നമ്മളൊക്കെ പോയി വിളിക്കുന്ന മുടിയനായ പുത്രനെ നമുക്കറിയാം. മുടിയനായ പുത്രൻ അപ്പന്റെ ഇളയ മകൻ എന്നാണ് ശരി. നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന പേര് മാത്രമാണ് മുടിയനായ പുത്രൻ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനും അപ്പനെ വിട്ട് ഇറങ്ങിപ്പോയതാണ്. അവനും അശുദ്ധിയിലേക്ക് ഇറങ്ങിയതാണ്. പാപത്തെ പച്ചവെള്ളം പോലെ കോരി കുടിച്ചവനാണ്. ദുർനടപ്പുകാരനായി ജീവിച്ചവനാണ്. അവന്റെ വസ്തുവക നാനാവിധമാക്കി കളഞ്ഞവനാണ്. പക്ഷെ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. അപ്പൻ തള്ളിക്കളഞ്ഞില്ല. അപ്പൻ ആ മകന്റെ തിരിച്ചുവരവിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. അപ്പന്റെ തിരിച്ചുവരവിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ പാപച്ചേറ്റിലേക്ക് വീണുപോയി. അവന്റെ എല്ലാ തലങ്ങളിലും അവൻ ഒറ്റപ്പെട്ടു. അവനെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ലാത്തൊരവസ്ഥയിലേക്കായി. ആരുമില്ലാതിരുന്ന സമയത്ത് അവൻ ഇതാ പിതാവിലേക്ക് നോക്കുവാനായിട്ടിടയായി തീർന്നു. ആരും സഹായമില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ ഇറങ്ങി അവതപ്പതിച്ചപ്പോൾ അവൻ തന്റെ പിതാവിലേക്ക് നോക്കുവാനായിട്ടിടയായി തീർന്നു. അവന്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. ഞാൻ അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞു. പാപച്ചേറ്റിൽ കിടന്നുകൊണ്ടാണ്. പന്നിയുടെ വാളവറ പോലും കിട്ടാൻ, വിശപ്പടക്കുവാൻ പന്നി കഴിക്കുന്ന ഭക്ഷണം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ അധപ്പതിച്ചു പോയ ആ ഇളയപുത്രൻ അവൻ അവിടെ കിടന്നുകൊണ്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കുവാൻ ശ്രമിക്കുകയാണ്. പാപങ്ങളെ ഏറ്റുപറയുമെന്ന് തീരുമാനിക്കുകയാണ്. നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമെന്ന് പറയുമെന്ന് പറയാനായിട്ട് അവൻ തീരുമാനമെടുക്കുകയാണ്. രാത്രിയിൽ നമുക്ക് പറയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് അടഞ്ഞു പോകുവാനിടയാകരുത്. പാപമാണ് അതിന് തടസ്സം. പാപത്തെ ഏറ്റുപറയണം. സങ്കീർത്തനക്കാരൻ 32-ാം സങ്കീർത്തനം അങ്ങനെ പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ടായാലും ആ ഭാഗ്യമെല്ലാം തീർന്നു പോകും. ഭൗമിക ഭാഗ്യങ്ങളെല്ലാം തീർന്നു പോകുന്നതാണ്. അതിന് അന്ത്യമുണ്ട്, അതിന് അവസാനമുണ്ട്. എന്നാൽ ദൈവം തരുന്ന ഒരു ഭാഗ്യം, കാൺമീണ്ണം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് തരികയാണ്. അത് തീർന്നു പോകാത്തതാണ്. അത് നിത്യജീവന്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ് മകൻ. അവൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ അവന്റെ പിതാവ് അത് കേട്ടു. അവന്റെ പിതാവ് അവനോടൊന്നും ചോദിച്ചില്ല. ദൂരത്തുനിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു. അവന്റെ കുടുംബം
മനോഹരമായ ഒരു പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വന്നു. ആ മകനെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൻ പാപം ചെയ്തു. അവന്റെ പാപം കണക്കി ചോദിച്ചില്ല, അവനെ മാറ്റി നിർത്തിയില്ല, അവനെ പുറത്തു നിർത്തിയില്ല. ആ കുടുംബം സമാധാനത്തിന്റെ കുടുംബമായി മാറി, അവിടെ സന്തോഷത്തിന്റെ കുടുംബമായി മാറി, അവിടെ വിരുന്നിന്റെ കുടുംബമായി മാറി, അവിടെ സമൃദ്ധിയുടെ കുടുംബമായി മാറി, അവിടെ ആനന്ദത്തിന്റെ കുടുംബമായി മാറി, അവിടെ സമാധാനത്തിന്റെ കുടുംബമായി മാറി. ഇന്ന് യേശുവിലേക്ക് കടന്നു വന്ന് പാപത്തിന്റെ പരിഹാരം വരുത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് മടങ്ങി വരുന്ന ഏതൊരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതം, അവന്റെ കുടുംബ ജീവിതം, അവനായിരിക്കുന്ന മേഖലകളെല്ലാം അനുഗ്രഹമായിരിക്കും. സമാധാനം കൊണ്ട്, നിത്യസമാധാനം കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശുദ്ധമുള്ള ലേവ്യ പുസ്തകത്തിന്റെ 5-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തോട് നിന്നോട് പ്രാർത്ഥിക്കും. നോക്കണേ, ഈ കണ്ടെത്താവുന്ന ഒരു സമയം ദൈവം നമ്മുടെ മുമ്പിൽ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് സുപ്രസാദകാലം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വാക്യം എങ്ങനെയാണ്? ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, നാളെയല്ല, ഇപ്പോൾ. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം ഇങ്ങനെ പറയുന്ന 5:5 അവൻ, ദൈവത്തിന് സ്തോത്രം, ഓരോ ഭക്തനും 32:6 ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഇപ്പോൾ കണ്ടെത്താവുന്ന കാലമാണ്. ഇപ്പോൾ പാപത്തിന് പരിഹാരമുള്ള കാലമാണ്, വിടുതലുള്ള കാലമാണ്, മടങ്ങി വരുവാനുള്ള ഒരു സമയം. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. നമ്മുടെ സമയങ്ങൾ മാറ്റിവെക്കരുത്. നാളെ നമുക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതാ പഴയ നിയമത്തിൽ ഏറ്റുപറച്ചിലുണ്ട്. ലേവ്യ നിയമം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിന്റെ 26-ാം അധ്യായം 41-ാമത്തെ വാക്യം എങ്ങനെയാണ്? പാപങ്ങളെ ഏറ്റുപറയണം. പഴയ നിയമത്തിലും പാപങ്ങളെ ഏറ്റുപറയണം. പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ പഴയ നിയമപ്രകാരം ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് പാപങ്ങളെ ഏറ്റുപറയണം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലാണെന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും പാപങ്ങളെ ഏറ്റുപറയണം. അവൻ ചെയ്ത പാപത്തിന്റെ പട്ടിക അനുസരിച്ച് അവൻ പാപങ്ങളെ ഏറ്റുപറയണം. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? പുരുഷനും സ്ത്രീയും പാപങ്ങളെ ഏറ്റുപറയണം. പുരുഷൻ മാത്രം പോരാ, സ്ത്രീകളും പാപങ്ങളെ ഏറ്റുപറയണം. സകല മനുഷ്യരും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സക്കായി പാപങ്ങളെ ഏറ്റുപറഞ്ഞു. സക്കായി യേശുവിനോട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. എന്നാൽ പാപം ഏറ്റുപറയാതെ കടന്നുപോയിട്ടുള്ള ധനവാന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസ് സുവിശേഷം 18:18 മുതൽ വായിക്കുമ്പോൾ ധനവാനായൊരു മനുഷ്യൻ, അവന്റെ ധനത്തെ വിടുവാൻ അവന് മനസ്സില്ല. അവന്റെ നിത്യജീവൻ അവൻ നഷ്ടപ്പെടുകയാണ്. നിത്യജീവനേക്കാൾ വലുത് അവന്റെ ധനമാണെന്ന് കരുതി അവൻ ധനത്തിന്റെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒന്ന് പരിശോധിക്കുക. നമ്മളും ധനത്തിന്റെ പിന്നാലെ പോകുന്നവരല്ലേ? നാം സ്ഥാനത്തിന്റെ പിന്നാലെ പോകുന്നവരല്ലേ? നാം മഹത്വത്തിന്റെ പിന്നാലെ പോകുന്നവരല്ലേ? ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളുടെ പിന്നാലെ പോകുന്നവരല്ലേ? നമ്മളും ഈ ധനവാനായ മനുഷ്യനുമായി എന്ത് വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ? എന്നാൽ സക്കായി പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവൻ അനുദപിച്ചു. ഞാൻ അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അനേകം മടങ്ങ് കൊടുക്കാൻ തയ്യാറായി എന്ന് ഏറ്റുപറഞ്ഞു. പാപങ്ങളെ ഏറ്റുപറയണം പ്രിയപ്പെട്ടവരെ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പാപങ്ങളെ ഏറ്റുപറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ശുദ്ധമുള്ള യെശയ്യാ പുസ്തകം 53-ാം അധ്യായം ഇങ്ങനെയാണ്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവനിൽ പാപമില്ലായിരുന്നു. ആരെന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്ന കർത്താവ് ചോദിച്ചു. അവനിൽ പാപമില്ല. നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തു. പാപം അറിയാത്തവൻ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപമാക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല പ്രിയപ്പെട്ടവരെ. പാപം അറിയാത്തവൻ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപമാക്കപ്പെട്ടു. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ കൂടെ അവൻ ഗോകുൽത്തായിൽ നിത്യമരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നിത്യജീവന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഓരോ മനുഷ്യനും ചെയ്യുന്ന പാപത്തിന് പരിഹാരം ഒരു ആട്ടിൻകുട്ടിയെ അറുക്കുക എന്നുള്ളതാണ്. പാപത്തിന്റെ കട്ടി അനുസരിച്ച് മഹാപുരോഹിതൻ ഇതാ ആ പാപം ആ ആട്ടിൻകുട്ടിയുടെ തലയിൽ കൈവച്ച്
ആ തലമേലാക്കി അതിനെ അറുക്കുവാൻ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാ യോഹന്നാൻ സ്നാപകൻ ഇതാ യേശുവിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ എനിക്കും നിങ്ങൾക്കും വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത ഒരു കർത്താവുണ്ട്. നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്ത ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ഒരു കർത്താവുണ്ട്. അവൻ മരണത്തിൽ ഒതുങ്ങുന്നവനായിരുന്നില്ല. റോമ ഗവൺമെന്റിന്റെ ശവക്കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ വീണ്ടും വരുന്നവനാണ്. പരിശുദ്ധ സഭയെ ചേർപ്പാൻ അവൻ വീണ്ടും വരുന്നു. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, നമ്മുടെ പാപത്തോട് യാത്ര പറയുക, നമുക്കൊരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. പാപങ്ങളെല്ലാം ക്രൂശിന്റെ വീട്ടിൽ ഇറക്കി വെക്കുക. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കും. നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയുക. ആ അപ്പന്റെ ഇളയമാനായ മകൻ ഇത് ദൈവത്തോട് സന്നിധിയിൽ ഏറ്റുപറഞ്ഞതുപോലെ, സക്കായി ഏറ്റുപറഞ്ഞതുപോലെ ദൈവസന്നിധി നമുക്ക് വീഴാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം ഉയർത്തിയ ഒരു ക്രൂശുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാണ്. ഇന്ന് രാത്രി ദാവീദിന് പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്കും പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഇന്ന് പാപത്തോട് യാത്ര പറയുക. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. യേശുവേ, ഞാൻ നിന്റെ ക്രൂശിൻ ചുവട്ടിലേക്ക് വരുന്നു. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. പാപം കൂടാ ജീവിക്കാനുള്ള ഒരു കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്തിടും, ഉപകാരങ്ങളോർത്തിടും, തൻ കൃപയിലെന്നും ചാരിടും, ജീവനുള്ള